നമ്മളിന്ന് പോകുന്നത് UAE സ്ഥിതി ചെയ്യുന്ന ഒരു ഹിന്ദു ക്ഷേത്രം കാണാൻ വേണ്ടിയാണ് ബാബ്സ് മന്ദിർ. ഇന്ന് മെയിനായിട്ട് ഞങ്ങൾ പോകുന്നത് അവിടെ ഗംഗാ ആരതി എന്ന് പറഞ്ഞ റിച്വൽ നടക്കുന്നുണ്ട്, അത് കാണാൻ വേണ്ടിയാണ് പോകുന്നത്. ഇതിനു മുമ്പ് ഞങ്ങൾ അവിടെ വിസിറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷേ അന്ന് ഞങ്ങൾക്ക് ഗംഗാ ആരതി കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അബുദാബി സിറ്റിയിൽ നിന്നും ഏകദേശം 50 കിലോമീറ്റർ മാറിയാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അങ്ങോട്ട് പോകാൻ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഒക്കെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ പ്രൈവറ്റ് കാറിന് പോവുകയാണെങ്കിൽ നമുക്ക് ഏകദേശം 36 മിനിറ്റിന് അവിടെ എത്തിച്ചേരാൻ സാധിക്കും. രാവിലെ 9 മണി മുതൽ വൈകിട്ട് 8 മണി വരെ ഇവിടെ വിസിറ്റേഴ്സിനെ അനുവദിക്കുന്നുണ്ട്. അതുപോലെ തിങ്കളാഴ്ച ഇവിടെ അവധിയായിരിക്കും. സൂര്യൻ അസ്തമിക്കാൻ പോകുന്നു, ഞങ്ങൾക്ക് ഉടനെ അവിടെ എത്തണം. കാര്യം 7:30 ആരതി പൂജ നടക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ വരണമെങ്കിൽ രജിസ്ട്രേഷൻ ചെയ്യണം. ഇതാണ് രജിസ്ട്രേഷൻ കൗണ്ടർ. നമുക്കല്ലെങ്കിൽ ഓൺലൈനിലും രജിസ്റ്റർ ചെയ്തിട്ട് നമുക്കിവിടെ വരാൻ പറ്റും. ഇവിടെ കുറച്ച് റൂൾസും ഡ്രസ് കോഡൊക്കെ ഫോളോ ചെയ്യണം. അത് വെബ്സൈറ്റിൽ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ സൈൻ ബോർഡിലൊക്കെ ക്ലിയർ ആയിട്ടത് കൊടുത്തിട്ടുണ്ട്. സെക്യൂരിറ്റി പരിശോധനയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ചെന്നത് അതിൻ്റെ മെയിൻ എൻട്രൻസിലോട്ടാണ്. അവിടെയും മനോഹരമാണ് കാണാൻ. അതുപോലെ തന്നെ ഐക്യമെന്ന് പല ഭാഷയിൽ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മുടെ ഭാഷയായ മലയാളത്തിലും അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ഒരു ഡിജിറ്റൽ സ്ക്രീനിൽ ഈ അമ്പലത്തിൻ്റെ ഹിസ്റ്ററി കാണിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ അമ്പലത്തിൻ്റെ മനോഹരമായ വ്യൂ നമുക്ക് ഇവിടുന്ന് കിട്ടും. ഇനി നമ്മൾ പോകുന്നത് അമ്പലത്തിൻ്റെ മുൻവശത്തോടാണ്. ഈ പോകുന്ന വഴികളൊക്കെ മനോഹരമായിട്ട് അവർ അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. ഇവിടെ വിശ്വാസികൾ മാത്രമല്ല, അല്ലാതെ ഒത്തിരി ആൾക്കാർ ഈ മന്ദിർ വിസിറ്റ് ചെയ്യാനും വരുന്നുണ്ട്. ഇതാണ് ഈ അമ്പലത്തിൻ്റെ ഫസ്റ്റ് വ്യൂ. അവസാനം ഇന്ത്യയിൽ എനിക്ക് ഭയങ്കര പ്രൗഡ് തോന്നിയൊരു മൊമെൻ്റ് ആണ്. എത്ര മനോഹരമായ ആർക്കിടെക്ചർ വിസ്മയമാണ് ഇവർ പണിതിവിടെ വച്ചിരിക്കുന്നതെന്നാണ് ഞാൻ ഓർക്കുന്നത്. നമ്മുടെ പുണ്യനദിയായ ഗംഗയും യമുനയും സരയും ഒക്കെ ഇവിടെ പ്രതീകാത്മകമായിട്ടും പണിത് വെച്ചിട്ടുണ്ട്. ഇവിടെയുള്ള മാർബിൾ പാളികളിലും അതുപോലെ വെള്ളത്തിലൊക്കെ അമ്പലത്തിൻ്റെ പ്രതിബിംബം ഇങ്ങനെ വരുന്നത് വളരെ മനോഹരമായ കാഴ്ചയാണ്. നമ്മൾ മൂവിയിലൊക്കെ മാത്രമേ ഇങ്ങനെയുള്ള കാഴ്ച കണ്ടിട്ടുള്ളൂ. അമ്പലത്തിനുള്ളിൽ പാദരക്ഷകളൊന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ അത് സൂക്ഷിക്കാനുള്ള ഇടവും അടുത്ത് തന്നെയുണ്ട്. മഹനന്ദ് സ്വാമി മഹാരാജ് 2024 ഫെബ്രുവരി 14 ഇതിൻ്റെ പ്രതിഷ്ഠാകർമ്മം നിർവഹിച്ചത്. 2015 അബുദാബിയുടെ ക്രൗൺ പ്രിൻസ് ആയ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹിയാൻ ഈ 27 ഏക്കർ ലാൻഡും ഗിഫ്റ്റായിട്ട് ഈ അമ്പലം പണിയാനായിട്ട് കൊടുത്തത്. കൊത്തുപണികളാൽ അതിസമ്പന്നമാണ് ഈ അമ്പലത്തിൻ്റെ ഓരോ കോണുകളും. ദേവീദേവന്മാരുടെയൊക്കെ മനോഹരമായ ചിത്രങ്ങളാണ് ആലേഖനം ചെയ്തിരിക്കുന്നത്. 7 മണി കഴിഞ്ഞതോടെ ആൾക്കാർ പതുക്കെ ഗംഗാ ആരതി നടക്കുന്ന സ്ഥലത്തേക്ക് പോകാൻ തുടങ്ങി. എല്ലാവർക്കും ഇരിക്കാനായിട്ട് സെപ്പറേറ്റ് സ്പേസ് ഒക്കെ അവർ ഒരുക്കിയിട്ടുണ്ട്. ആൾക്കാരൊക്കെ പതുക്കെ വന്നു തുടങ്ങുന്നു. അതുപോലെ വന്ന ആൾക്കാർ അവരുടേതായ ഇരിപ്പിടമൊക്കെ കണ്ടുപിടിക്കുന്നു. ചില ആൾക്കാർ പ്രാർത്ഥന നിൽക്കുമ്പോഴേക്ക് ധ്യാനിച്ചൊക്കെ ഇരിക്കുന്നതും കാണാൻ സാധിക്കും. ഇവിടെ നിന്നുള്ള അമ്പലത്തിൻ്റെ കാഴ്ച വളരെ മനോഹരമാണ്. ഇവിടെയെല്ലാം ഭക്തിയുടെ ഒരു അന്തരീക്ഷമാണ് ഇപ്പോൾ ഉള്ളത്. എല്ലാവരും പ്രാർത്ഥനയോടെ ഗംഗാ ആരതിക്കായിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. ഗംഗാ ആരതി തുടങ്ങുന്നതിന് മുമ്പായി വിസിറ്റേഴ്സിനും ഭക്തർക്കൊക്കെ ഇവർ ചെറിയൊരു വിവരണം കൊടുക്കുന്നുണ്ട്, ഹിന്ദിയിലും ഇംഗ്ലീഷിലും. Ganga Puja and Ganga Aarti are spiritually elevated, connecting us with nature and divinity. Therefore, in India, daily Ganga Aarti is performed at the holy places like Haridwar and Kashi. കാശിയിലും വാരണാസിയിലും ദിവസേന നടക്കുന്ന ഗംഗാ ആരതിയുടെ പ്രതീകമായിട്ടാണ് ഇവിടെയും ഗംഗാ ആരതി നടക്കുന്നത്. പുരോഹിതൻ ഗംഗാ ആരതിക്ക് വേണ്ടിയുള്ള അവസാനഘട്ട നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തു തുടങ്ങി. ഭക്തിയുടെ മൂർധന്യാവസ്ഥയിൽ കീർത്തന സ്തുതികളോടുകൂടിയാണ് ഈ ഗംഗാ ആരതി നടക്കുന്നത്. നമുക്കെല്ലാം അവിടെ ഒരു ആത്മീയമായ അന്തരീക്ഷമാണ് ഫീൽ ചെയ്യുന്നത്. ഗംഗാ ആരതിക്ക് ശേഷം ഞങ്ങൾ പോയത് ശ്രീകോവിലിൻ്റെ അടുത്തേക്കാണ്. അവിടെയാണ് ബാക്കി കാഴ്ചകളൊക്കെ. അമ്പലത്തിലെ പ്രധാന ഏരിയയായ പ്രതിഷ്ഠിരിക്കുന്ന സ്ഥലത്തോട്ടൊന്നും നമുക്ക് ക്യാമറയോ മൊബൈലോ ഒന്നും എടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ അതിനകത്തെ വിഷ്വൽസ് ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല. ഇതൊരു സ്വാമിനാരായണൻ ടെമ്പിളാണ്. ഇതിൻ്റെ പ്രതിഷ്ഠ അക്ഷർ പുരുഷോത്തം ആണ്. ഈ ക്ഷേത്രത്തിനുള്ളിൽ രാധാകൃഷ്ണനും ശിവപാർവതിക്കും അയ്യപ്പനും അതുപോലെ ദേവിമാരുടെയൊക്കെ പ്രതിഷ്ഠകളുമുണ്ട്.
കൊത്തുപണികളാൽ അതിസമ്പന്നമാണ് ഇതിൻ്റെ ഓരോ ചുമരുകളും. എനിക്കാണെങ്കിൽ വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് ഒട്ടും മടുപ്പ് തോന്നുന്നില്ല. കാര്യം എല്ലായിടത്തും പുതിയ പുതിയ കാഴ്ചകളാണ്. ക്ഷേത്ര നിർമ്മാണത്തിന് ആവശ്യമായ മാർബിളുകൾ കൊണ്ടുവന്നത് ഇറ്റലിയിൽ നിന്നാണ്. അതുപോലെ കല്ലുകൾ കൊണ്ടുവന്നത് ഇന്ത്യയിൽ നിന്നുമാണ്. ഇന്ത്യൻ കലാകാരന്മാരാണ് മാർബിളിലും കല്ലിലുമെല്ലാം ഈ കൊത്തുപണിയുടെ മായാപ്രപഞ്ചം സൃഷ്ടിച്ചിരിക്കുന്നത്. ഈ കല്ലുകളിലെ കൊത്തുപണികളെല്ലാം ചെയ്തത് ഇന്ത്യയിലാണ്. അവിടെ നിന്ന് കപ്പൽ മുഖേന ഇവിടെ കൊണ്ടുവന്ന് ഇത് കൂട്ടിച്ചേർത്താണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. ഈ ക്ഷേത്രത്തിൻ്റെ ഓരോ ചുമരുകളിലും പുരാണ കഥയെ ആസ്പദമാക്കിയാണ് ഈ കൊത്തുപണികളെല്ലാം ചെയ്തിരിക്കുന്നത്. ഈ ക്ഷേത്ര നിർമ്മാണത്തിന് ഇരുമ്പും സിമെൻറ്റും ഒന്നും ഉപയോഗിച്ചിട്ടില്ല എന്നറിയുമ്പോഴാണ് ഇന്ത്യൻ വാസ്തുവിദ്യയുടെ മഹത്വം നമ്മൾ ഒന്നുകൂടെ ചിന്തിക്കുന്നത്. ഈ ക്ഷേത്രത്തിൽ വരുന്ന ഓരോ സഞ്ചാരിയും എന്തെങ്കിലും ഇന്ത്യയിൽ വന്ന് ഈ കലാസൃഷ്ടിയുടെ ഔന്നിത്യം കാണണമെന്ന് ആഗ്രഹിക്കുമെന്നുള്ളത് ഉറപ്പാണ്. ഈ വിസ്മയത്തിൻ്റെ ഭംഗി കണ്ടും കേട്ടും തീരാൻ ഒരു ദിവസം കൊണ്ട് സാധിക്കുമെന്ന് തോന്നുന്നില്ല. സമയം 8 മണി. സന്ദർശക സമയം കഴിഞ്ഞിരിക്കുന്നു. ഞങ്ങൾക്ക് മടങ്ങുകയേ നിവൃത്തിയുള്ളൂ. ഇനി വീണ്ടും ഒന്നുകൂടെ കാണാൻ വരുമെന്നുറപ്പോടെ ഞങ്ങൾ മടങ്ങാൻ തീരുമാനിച്ചു. ഈ ക്ഷേത്രത്തോട് ചേർന്ന് തന്നെ ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റും ഒരു സ്റ്റോറൊക്കെ ഉണ്ട്. അവിടെ നമുക്ക് ഭക്ഷണവും അതുപോലെ തന്നെ സോവനിയറുകളൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകാൻ സാധിക്കും.